ഞാനിപ്പം ബ്രൗൺ റൈസാണ് കഴിക്കുന്നത്. കാര്യം ബ്രൗൺ റൈസ് എന്ന് പറയുമ്പം ഹെൽത്തിയാണ്, മനസ്സിലായില്ലേ? നമ്മൾ കുറച്ച് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നവരുണ്ടല്ലോ, ബ്രൗൺ റൈസാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തുവാ ബ്രൗൺ റൈസ്? ഹെൽത്തി. ബ്രൗൺ റൈസിനകത്ത് കുറച്ച് ഗുണങ്ങളുണ്ട്. എന്താണ്? പ്രോട്ടീൻ ഉണ്ട്, തവിടൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ചില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു സാധനം കയറും. എന്ത് കയറും? പഞ്ചസാര ഒഴിവാക്കി. ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ അല്ലേ? പക്ഷെ വണ്ണം കുറഞ്ഞോ? വണ്ണവും കുറഞ്ഞില്ല, എല്ലാം ഇതാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഷുഗർ ഇപ്പൊ നിങ്ങളിവിടെ ഇപ്പൊ ക്ലാസ് എടുത്തതിന്റെ അത് എല്ലാ അസുഖങ്ങളും ഉണ്ട്. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞാനിപ്പോൾ ചായയിൽ നല്ല പഞ്ചസാര ഇട്ട് തന്നെയാണ് കുടിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മധുരത്തോടെ തന്നെയാണ് ഞാൻ ചായ കുടിക്കുന്നത്. പക്ഷെ എനിക്ക് വണ്ണം വെക്കുന്നില്ലല്ലോ. കാരണം എന്താ? ഇതിനകത്ത് പഞ്ചസാര മധുരമാണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കറിയാത്ത മധുരങ്ങളാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അരിയിലും ഗോതമ്പിലും നമ്മൾ കഴിക്കുന്ന സ്നാക്സിലും എല്ലാം പഞ്ചസാരയുണ്ട്. അതിൻ്റെ അളവ് നിയന്ത്രിക്കാതെ നമ്മൾ ഈ ചായയിലെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? 100 ഗ്രാം എൻഷുറിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്? ശതമാനം അതിൽ അവർ എഴുതിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കണക്കല്ല, ഞങ്ങൾ ആരെയും പേടിക്കാത്തതുണ്ട്. അവർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല. ഒരു കണ്ണാടി കൊടുക്ക്. കാണണ്ടെന്ന് പറഞ്ഞ അവർ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം 15 കണ്ടുപിടിച്ചു. 100 ഗ്രാം പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ, ഈ പാക്കറ്റിന്റെ 1/3 കഴിച്ചു കഴിഞ്ഞാൽ 15 ഗ്രാം പ്രോട്ടീൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു 2.5 മുട്ട കഴിക്കുന്ന. പക്ഷെ കൂടെ വേറൊരു സാധനം കിട്ടുന്നുണ്ട്. പഞ്ചസാര. എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് കേരളത്തിൽ 20-30% ഇടയിൽ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെന്നാണ്. ഇത് ഭയങ്കര ഒരു ഞെട്ടിപ്പിക്കുന്ന ഫിഗറാണ്. കേരളം ഒരു ക്രൈസിസിലേക്കാണ് ഒരു നെക്സ്റ്റ് 10 to 20 ഇയേഴ്സ് കഴിയുമ്പോൾ പോകുന്നത്. നമ്മളൊരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി കേരളത്തിൽ മൊത്തം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 70 തൊട്ട് 80% ഡയബറ്റീസ് വളരെ എളുപ്പമെന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രിവെൻഷന് ഒരു ചിലവില്ല. ഒരു ചിലവില്ലാത്ത സാധനം എങ്ങും ഒരു പോപ്പുലറൈസ്ഡ് ആവുന്നില്ല. ഡോക്ടർമാരും പ്രിവെൻഷനെ കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. ബാക്കിയുള്ള നോൺ മെഡിക്കൽ ആൾക്കാരൊക്കെ ഇപ്പോൾ പ്രിവെൻഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പേഷ്യൻസിനും സമൂഹത്തിനും ഡോക്ടർമാരോടുള്ള ഒരു ട്രസ്റ്റ് തന്നെ പോയി. നമ്മളാരും പ്രിവെൻഷനെ കുറിച്ച് പറയുന്നില്ല, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ഏത് രീതിയിലും ഈ കേരളത്തിന് ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ക്രൈസിസാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുകയും ഇവർ പല കോംപ്ലിക്കേഷനിലേക്ക് പോകും. അതെങ്ങനെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണം, കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ മൈഷൂർ ക്ലിനിക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള ഒരു ഇമ്പൾസും ആ ഒരു മിഷനിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ കേരളമാണ് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഒരു ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പ്രിവെൻഷൻ്റെ പാർട്ടിൽ നമ്മൾ കുറേ പുറകിലാണ്. കാരണം പുറകിലായത് ഞങ്ങൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ കുറ്റമായിട്ട് പറയത്തില്ല. കേരളത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും കുറഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ്. പണ്ട് കാലത്തൊക്കെ ഭക്ഷണത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ വലിച്ചു വാരിയൊന്നും അങ്ങനെ ആളുകൾ ഭക്ഷണം കഴിക്കത്തുമില്ല. പിന്നെ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള മാനുവൽ ലേബർ വർക്ക്, പറമ്പിലുള്ള ജോലി, നടപ്പ്, അതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട് വരെ പോകണമെങ്കിൽ സ്കൂട്ടറോ ബൈക്കോ എടുത്തേ പോവുള്ളൂ. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പറ്റുവാണെങ്കിൽ കാർ എടുത്ത് പോകുന്നവരുണ്ട്. പിന്നെ എപ്പോഴും സെലിബ്രേഷൻസും വെളിയിൽ നിന്നുള്ള ഫുഡും വീട്ടിൽ തന്നെ പലതരം ഫുഡിൻ്റെ ഒരു മേളമാണ്. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലർക്കും ഈ ഒരു ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ പറയാൻ തന്നെ ഈ ഒരു ഡോക്ടേഴ്സിനാണെങ്കിലും ഈ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവാണ്. കാരണം അവരത് ഫോളോ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നാണ്. ഞങ്ങളൊന്ന് മാറിയാൽ മാത്രമേ നമുക്കത് സ്ട്രോങ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്പോൺസേഡ് ഡയബറ്റിക് റിവേഴ്സൽ പ്രോഗ്രാംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ HbA1c 6.5 താഴെ, എന്നാൽ 5.6 കൂടുതലുള്ളവരാണ്. അവർ ഡയബറ്റീസിലേക്ക് കാലെടുത്ത് വെക്കുന്നവരാണ്. ആ ഒരു സ്റ്റേജിൽ തന്നെ മരുന്നുകൾക്ക് പകരം അവരെ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് അവരുടെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഈ സെൻട്രൽ ഡിസീസ് കൺട്രോൾ CDC അമേരിക്കയിൽ അവർ സ്പോൺസേർഡായിട്ട് തന്നെ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുപോലെ ഇംഗ്ലണ്ടിലാണെങ്കിൽ NHS നാഷണൽ ഹെൽത്ത് അവർ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഊർജ്ജം കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നൂടാ.
കാരണം പലപ്പോഴും നമ്മളൊക്കെ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്. സാമ്പത്തികമായിട്ടും ഒക്കെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിനെ കുറിച്ചൊരു നല്ല അവബോധമുണ്ട്. പക്ഷെ തീരെ സാധാരണക്കാർക്ക്, നമ്മൾ സത്യം പറഞ്ഞാൽ പണ്ട് പണക്കാരുടെ അസുഖമായിരുന്ന ഡയബറ്റീസ് ഇന്ന് സാധാരണക്കാരൻ്റെ അസുഖമായിട്ട് മാറി. അതുപോലെ ചോറ് കഴിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും കാരണവന്മാരും എല്ലാം കഴിച്ചത് ചോറാണ്, അത് കഴിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അപ്പോൾ ആ ഒരു നോളജ് ഗ്യാപ്പ് നമ്മുടെ സാധാരണക്കാരിലേക്കുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തീരെ സാധാരണക്കാർ, നമ്മൾ ഓട്ടോറിക്ഷ ഓടണം, ചുമട്ട് തൊഴിലാളികൾ. ഇപ്പോൾ ചുമട്ട് തൊഴിലാളികൾക്കറിയാം, ചുമട്ട് തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കാട്ടിയും കൂടുതലൊരു കായികാധ്വാനം വേണം. ഇപ്പോൾ ഒരു ചുമടെടുക്കുന്ന ആൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എക്സസൈസ് അവർക്ക് ആവശ്യമുണ്ടോ? അവരിൽ പോലും പ്രമേഹം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭക്ഷണക്രമം ശരിയാവാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ തീരെ സാധാരണക്കാരുടെ ആൾക്കാരിലേക്ക് ഞങ്ങൾ സൈക്കിൾ ചവിട്ടുമ്പോഴും ഒക്കെ ബീച്ചിലുള്ള ആൾക്കാർ, നമ്മുടെ ഈ പറഞ്ഞ സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരെ തന്നെ അതുപോലെ ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തിച്ചേരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.